ചേമാർ അഭിലാഷ്, ഇവിടെ താങ്കൾ പറഞ്ഞ ഡിലേഡ് FIR പ്രശ്നമുണ്ട്. പക്ഷേ ഇന്ന് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഈ പറയുന്ന ഗർഭനിരോധന ഗുളിക, അത് 7 ആഴ്ച മാത്രം സമയമുള്ളപ്പോൾ കൊടുക്കേണ്ട ഗുളിക, 3 മാസം പ്രായം ഭ്രൂണത്തിന് പ്രായമ്പോൾ കൊടുക്കുന്നു. അത് ഇരയുടെ ആരോഗ്യാവസ്ഥ അങ്ങേയറ്റം മോശമായി എന്നുള്ള ഡോക്ടർമാർ, അതിനുശേഷം തുടർ ചികിത്സ, ഡോക്ടർമാരുടെ മൊഴിയടക്കം പോലീസ് ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേവലം പരസ്പര സമ്മത ലൈംഗിക ബന്ധം എന്നൊക്കെ ഉപരി കുറച്ചുകൂടി ഗുരുതരമായ വകുപ്പുകളിലേക്കും ഗർഭഛിദ്രം പോലെയുള്ള ഒരാളുടെ ജീവനത്തെ ഒരു പക്ഷേ ഭീഷണിയാവുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി എന്ന മട്ടിൽ കുറച്ചുകൂടി ഗൗരവതരമല്ലേ ഡിലേഡ് FIR എന്ന പ്രശ്നം നിൽക്കുമ്പോൾ തന്നെ ചേമാർ അഭിലാഷ്? ഗൗരവമാണ് ശ്രീ ഹാഷ്മി. അവരുടെ സമ്മതത്തോടുകൂടിയല്ല ഇത് ചെയ്തതെങ്കിൽ, ഈ സമ്മതം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഏതെങ്കിലും കാരണത്താൽ ഭീഷണിപ്പെടുത്തപ്പെട്ടിട്ട് ആ ഭീഷണിയുടെ ഒരു സാഹചര്യത്തിലാണ് അവരിത് ചെയ്തതെങ്കിൽ, അത്തരത്തിലൊരു ഭീഷണിയുടെ സ്വാധീനത്തിലാണ് ചെയ്തതെങ്കിൽ നിയമത്തിൽ അത് കൺസെൻ്റ് അല്ല, അവരുടെ അനുവാദമില്ലാതെയാണ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള വശങ്ങളുണ്ടെങ്കിലും ഡിലേ ഉണ്ട് എന്നുള്ള ഒരു ആസ്പെക്റ്റ് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുകയുണ്ടായത്. പിന്നെ ഈ സൈബർ അധിക്ഷേപം നടത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, ഈ വികാര ജീവികളിൽ 2 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സ്വിച്ച് ഇട്ടതുപോലെ നിൽക്കും ഹാഷ്മി. അതുമാത്രമല്ല, ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ, നേരത്തെ സംസാരിച്ച ഒരു വിഷയത്തെക്കുറിച്ചാണ്. ആൻറ്റിസിപ്പേറ്ററി ബെയിൽ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന സമയത്ത് സാധാരണ കുറ്റാരോപിതരെ അറസ്റ്റ് ചെയ്യില്ല എങ്കിലും അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ഇരയ്ക്ക് അപകടമുണ്ടാക്കുമെന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് കടക്കാൻ പോലീസിന് കഴിയും. സാധാരണ ഒരു സാഹചര്യമല്ല. നിരന്തരമായി ഈ വ്യക്തി പുറത്തു നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അണികൾ ഇത്തരത്തിൽ ഇരയ്ക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് അനിവാര്യമാണെന്ന് ഏജൻസിക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ശ്രീ CR ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു, ഇര എന്ന പദം നിയമത്തിൽ കറക്റ്റാണ്. സെക്ഷൻ 72 വിക്ടിം എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്, സർവൈവർ അല്ല. അതിജീവിത എന്ന് നാം പറയുമ്പോൾ നാം ഒരു ശാക്തീകരണത്തിൻ്റെ ഭാഷയാണ്, അത് സ്വാഗതാർഹമാണ്. പക്ഷേ നിയമം ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ഇര എന്നാണ് ശ്രീ CR. ഓക്കെ ശ്രീ വസീഫ്, സമയം പൂർണ്ണമായി കഴിഞ്ഞു. ഒറ്റ വാക്കിൽ ശ്രീവാസാണ് ഒരു മറുപടി. അല്ല, ഈ ശ്രീകുമാർ സാറിനോട് പറയാനുള്ളത്, കോൺഗ്രസ് ആകെ ബലാത്സംഗം ചെയ്യുന്നവരുടെ പാർട്ടിയാണ് എന്ന അഭിപ്രായമല്ല ഞങ്ങൾ എവിടെയും പറയുന്നത്. എന്നാൽ ബലാത്സംഗം ചെയ്യുന്നവർക്ക് പിന്തുണ കൊടുക്കുകയും അവർക്ക് വേണ്ടി നിലപാടെടുക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. NM വിജയൻ എന്ന് പറയുന്ന DCCയുടെ ട്രഷറർ വയനാട്ടിൽ ആത്മഹത്യ ചെയ്തതാ. പലർക്കും ജോലി കൊടുക്കാം, അവരോട് പണം വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ ഒരു MLA, IC ബാലകൃഷ്ണൻ MLA, പണം വാങ്ങി വെച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തതാ. 5 പേരാ കോൺഗ്രസ്സുകാർ അവിടെ ആത്മഹത്യ ചെയ്തത്. ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് ഇതൊക്കെ ഇവിടെ സംഭവിച്ചതാ. ഞങ്ങളെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നടന്ന അല്ലെങ്കിൽ ശബരിമലയിൽ നടന്ന ഏതെങ്കിലും ഒരു സ്വർണ്ണ കേസിന്റെ പേരിൽ CPM-ന് ഇടതുപക്ഷത്തെ ആകെ അങ്ങ് ആക്രമിച്ച് അതുകൊണ്ട് രക്ഷപ്പെട്ട് കളയാമെന്നാണ് ഈ പറയുന്ന ഈ രാത്രിയുടെ സന്ദേശം എന്ന് പറഞ്ഞാൽ, അതിജീവിതകളെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ കേരള പോലീസ് കടുത്ത നടപടിയിലേക്ക് നീങ്ങും. ഇവരുടെ ചിത്രം വെച്ച് പരമമായ വൃത്തികേടുകൾ ഇനിയും പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് കാത്തിരിപ്പുണ്ട്. പോലീസ് വിളിക്കൽ, കോടതി കയറിയിറങ്ങി നിരങ്ങൽ, ഭാഗ്യമുണ്ടെങ്കിൽ ജയിലിൽ കിടക്കൽ, ജയിൽ ചപ്പാത്തി കഴിക്കൽ. അത് നേരിടാൻ, ഈ പറയുന്ന നിയമത്തിന്റെ സംഘടനകൾ നേരിടാൻ തയ്യാറുള്ളവർ ഇനിയും തുടർന്നോളൂ. ഇരകൾക്കെതിരെ അധിക്ഷേപം അവർ മാത്രം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.